എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുറുക്കാണ്. മുറുക്കിന് ആവശ്യമായ സാധനങ്ങൾ: അരിപ്പൊടി, ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിന്റെ പരുവത്തിനുള്ള 1.5 കപ്പ് അരിപ്പൊടി. ഉഴുന്ന് പരിപ്പ് 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് വറുത്ത് പൊടിച്ചത്, 1/4 കപ്പ് ചെറുപയർ പരിപ്പ് വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കറുത്ത എള്ള്, കുഴയ്ക്കാൻ ആവശ്യമായ ചൂടുവെള്ളം, നെയ്യ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്, പിന്നെ വറുക്കാൻ ആവശ്യമായ എണ്ണ. എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ 1 സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. പൊടികളെല്ലാം കൂടെ സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഒരു സേവനാഴി എടുത്ത ശേഷം ഇതുപോലത്തെ സ്റ്റാർ ചില്ലിട്ട് നമുക്ക് മുറുക്കുണ്ടാക്കാം. നമ്മുടെ മാവ് നല്ല പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ വിട്ടു പോകാതെ വരണം. ഇതാണ് പരുവം. നമുക്കിനി അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ സേവനാഴിയിൽ മാവ് നിറച്ച ശേഷം ഇതുപോലെ ഈ അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിതൊരു അലൂമിനിയം ഫോയിലാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. വാഴയിലയിൽ എണ്ണ തേച്ചായാലും നമുക്ക് ഉപയോഗിക്കാം. മുറുക്കുണ്ടാക്കാനായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ഒരു കുഞ്ഞൊരു ഇത്തിരി മാവെടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊന്തി വരികയാണെങ്കിൽ എണ്ണ ചൂടായി എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിലിൽ നമ്മളിങ്ങനെ പിഴിഞ്ഞ് വെച്ചപ്പോഴത്തേക്കിന് നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ്. വാഴയിലയിൽ എണ്ണ തൂത്താലും ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ മതി എല്ലാവരും. മുറുക്കുണ്ടാക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായ ശേഷം എണ്ണ ചൂടായി എന്ന് മനസ്സിലാവുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒരു വശം ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ
നല്ലൊരു നിറമൊക്കെ വന്നിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മളിതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല. സ്വല്പം മുളക് പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ ഒരു ചുമന്ന നിറം വരും. ഇതുപോലെ ചട്ടുകം വെച്ച് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പൊട്ടിപ്പോകാതെ എണ്ണയിൽ ഇടാൻ സാധിക്കും. ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മുറുക്കിന് നല്ല നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് ഈ ചൂട് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു നിറം വരും. മുറുക്കുണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും വീട്ടിൽ മുറുക്കൊക്കെ ഉണ്ടാക്കണം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങൾ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നൽകുക. പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര ചിലവൊന്നും വീട്ടിൽ ഉണ്ടാക്കുന്നതിനില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർത്തിട്ടില്ല. സ്വല്പം മുളക് പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ഒരു ചുമന്ന കളറ് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഈ സേവനാഴിയിലൂടെ പീച്ചി എടുക്കുന്ന സമയത്ത് ഇത് വിട്ട് വരികയാണെങ്കിൽ അത് വെള്ളത്തിൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്വല്പം വെള്ളം കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കണ്ട. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.